തൃപ്പൂണിത്തുറ സ്ഫോടനത്തിലുണ്ടായ നഷ്ടം കണക്കാക്കാൻ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തുന്ന പരിശോധന ഇന്ന് പൂർത്തിയായേക്കും. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണം തുടങ്ങി. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എങ്ങനെയാണ് ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടക്കുന്നത്? ആക്ഷൻ കൗൺസിലിന്റെ തുടർ നടപടികൾ എന്തെല്ലാം? വേണു, നാശനഷ്ടം കണക്കാക്കുന്നതിന്റെ നടപടികൾ അത് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും സംയുക്തമായാണ് കണക്കെടുപ്പ് നടത്തുന്നത്. ഇന്നലെ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായി സബ് കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ സബ് കളക്ടർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആശങ്ക ഈ ബലക്ഷയമുള്ള വീടുകൾ അത് പൊളിച്ചു കളയേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം വീടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത്തരം വീടുകൾ കണ്ടെത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ആ വീടുകൾ ഏകദേശം 4-5 വീടുകളുണ്ട്. ആ വീടുകൾ പൂർണ്ണമായും പൊളിച്ചു കളയേണ്ടി വരും. അവരെ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ള കാര്യത്തിലും ഇന്നൊരു തീരുമാനമുണ്ടാകും. നിലവിൽ അവരെ താൽക്കാലികമായി വാടക സംവിധാനത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു സ്ഥിര സംവിധാനം അവർക്ക് ഒരുക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. പ്രധാനമായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ടുകൾ സംസ്ഥാനത്ത് നിരോധിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്ന് സമർപ്പിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. നാളെ ആയിരിക്കും ഹർജി സമർപ്പിക്കുക എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിൽ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാന പ്രതികൾ 2-3 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരുടെ കണക്കുമായി ബന്ധപ്പെട്ട് നിലവിൽ 3 പേർ മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ട്. ബാക്കി ആളുകൾ എല്ലാവരും തന്നെ അവരെല്ലാം വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ ഈ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. ഇതിനിടയിൽ ഈ ക്ഷേത്രം ഭാരവാഹികൾ അല്ലെങ്കിൽ ദേവസ്വം ഭാരവാഹികൾ ഈ നഷ്ടം സംഭവിച്ചവർക്ക് പണം നൽകാം എന്നൊരു സാധ്യത അവർ മുന്നോട്ട് വെക്കുന്നതായും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വേണു, വിഷ്ണു, ഈ നഷ്ടപരിഹാരം ആര് നൽകുമെന്ന കാര്യത്തിലാണല്ലോ ഈ അവ്യക്തത. അങ്ങനെ ഈ പറയുന്ന സൂചനകൾ ലഭിക്കുന്നതല്ലാതെ അധികൃതർ ഈ കാര്യത്തിൽ പറയുന്നത് എന്താണ്? ഇതിലെ നിയമപരമായി ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ്, അത് ആരിൽ നിന്ന് ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എടുക്കുക എന്നാണ് അവർ പറയുന്നത്. വേണു, ഇന്നലെ സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചപ്പോൾ പ്രധാനമായി ഉയർത്തിയൊരു ചോദ്യം അതായിരുന്നു, ആര് നഷ്ടപരിഹാരം നൽകും? മുൻപ് സമാനമായ രീതിയിൽ നഷ്ടപരിഹാരം വെടിക്കെട്ട് അപകടമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് 1 വർഷമായി പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. ആ സംഭവം ഇവിടെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അവർ പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കുകയാണ്, 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും, അതിനുശേഷമായിരിക്കും നഷ്ടപരിഹാരം ആരിൽ നിന്ന് ഈടാക്കണം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ നഷ്ടപരിഹാരം ഉറപ്പായും ഈ ആളുകൾക്ക് ലഭ്യമാക്കും എന്നൊരു വ്യക്തത അവർ വരുത്തിയിട്ടുണ്ട്. അത് ദേവസ്വത്തിൽ നിന്നാണോ അല്ലെങ്കിൽ മറിച്ച് ദുരിതാശ്വാസ നിധി വഴി അങ്ങനെ നൽകാനാകുമോ എന്നൊരു സാധ്യത കൂടി പരിഗണിക്കും എന്നാണ് സബ് കളക്ടർ വ്യക്തമാക്കിയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് റവന്യൂ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇത്തരം അപകടങ്ങൾക്ക് ഈ പൈസ ഈടാക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നതിന് വലിയ വെല്ലുവിളികളുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു സാധ്യതയുള്ളത് ഈ അനധികൃതമായി വെടിക്കെട്ട് നടത്തിയ ആളുകളുണ്ട്. അതായത് പുതിയാവ് ക്ഷേത്രം അനുമതി ഇല്ലാതെയാണ് അവിടെ ഈ സാമഗ്രികൾ എത്തിയത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഈ തുക ഈടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ നിസ്സഹായ അവസ്ഥയിലാണ്. അവർക്ക് ഇത്ര വലിയ തുക കണ്ടെത്താനാവില്ല. സർക്കാരോ അതല്ല എങ്കിൽ ഈ ക്ഷേത്രം ഭാരവാഹികളാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. വേണു, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി.